നമസ്കാരം. മലബാർ വിഷൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്റർനാഷണൽ ക്രൂഡ് ഓയിൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ യുദ്ധമെന്ന ഭീകരത്വം എല്ലാ ഭാഗത്തും കൊടുമ്പിരി കൊള്ളുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഇതൊരു വലിയ ലെവലുള്ളൊരു ക്രൈസിസ് ആണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ 10 രൂപ പെട്രോളിന് വില കുറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യമായ കാര്യമാണോ? നാളെ ചിലപ്പോൾ ഇത് കൂടാനും ചാൻസ് ഉണ്ട്. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ബാരലിന് $50 വെച്ചിട്ടാണ് കൂടിയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ എന്തുകൊണ്ട് 10 രൂപ കുറഞ്ഞു എന്ന്. നിലവിൽ അതൊരു കുറവല്ല. ഇപ്പം ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത് നിലവിൽ 1-2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ ചില പെട്രോളിനും ഡീസലിനും വിലയിലൊരു വ്യത്യാസം വന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് പെട്രോളിയം കമ്പനിയായ നൈറ നമ്മൾ ലാസ്റ്റ് ദിവസം കണ്ടു. അവർ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതിന്റെ കാരണം എന്താണ്? അവർക്ക് ഡീസലും പെട്രോളും കിട്ടാത്തത് കൊണ്ടാണോ? ക്രൂഡ് ഓയിലിന് വില എല്ലാവർക്കും ഒരുപോലെയല്ലേ? എന്നാൽ ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിലുള്ള ഒരു ഡീസലിന് 3ഉം പെട്രോളിന് 5ഉം കൂടിയത് കൊണ്ട് സാധാരണക്കാർക്ക് ഇത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ മലയാളികൾക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഇത് ബാധിക്കും. ചില സമയത്ത് നമ്മൾ ഫൈനാൻഷ്യൽ ലോക്ക്ഡൗൺ പോലും ചിലപ്പോൾ വന്നേക്കാം. കാരണം എന്താണ്? വില വർധനവിൽ എല്ലാ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പെട്രോളും ഡീസലും എങ്ങനെയാണോ നിലവിലുള്ളത് അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ മറ്റു കാര്യം. നിലവിൽ 110 രൂപയാണ് പെട്രോളിന് നിലവിലുള്ള നൈറയിൽ, അതായത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ കീഴിലില്ലാത്ത പ്രൈവറ്റ് പെട്രോളിയത്തിന്റെ അണ്ടർടേക്കിങ്ങിലുള്ള നൈറയിൽ ഇപ്പോൾ 110 രൂപയാണ് പെട്രോളിന്റെ വില. ഇത് സാധാരണക്കാരനെ എഫക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഇത് എഫക്ട് ചെയ്യുക? ഒരിക്കലും ഇതൊരു മുതലാളിക്ക് ഏതൊരു വിധത്തിലും അവർക്ക് ഇത് എഫക്റ്റ് ആവുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് കരുതിയിരിക്കുക. കാരണം യുദ്ധം എപ്പോഴാണോ നിൽക്കുന്നത്, അതിന് സുഗമമായ രീതിയിൽ എപ്പോഴാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, ആ സമയം വരെ സാധാരണക്കാരൻ ഭയന്നേ മതിയാവും. അപ്പോൾ നമ്മൾ ജീവിതം ഒന്ന് പിടിച്ചു ജീവിക്കേണ്ട ആവശ്യം തന്നെയാണ്. കാരണം പെട്രോളിന്റെ വില വർദ്ധിക്കുന്നത്, ഡീസലിന്റെ വില വർദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് നമ്മളെ ബാധിക്കുന്നതാണ്. തീർച്ചയായും പുതിയ പുതിയ കാര്യങ്ങളും മറ്റും അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൊടുക്കുക, നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.